നമസ്കാരം. ഇന്നലെ ഒരു ദൃശ്യമാധ്യമത്തിലെ ഒരു വാർത്ത, അതൊരു പ്രധാന വാർത്ത, കോൺഗ്രസ് മാണി ഗ്രൂപ്പ് NDAയിൽ ചേരണമെന്നുള്ളതായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അത് പറഞ്ഞതാരാണെന്നറിയാമോ? പാർട്ടിക്കാരുടെ, പ്രത്യേകിച്ച് നേതാക്കന്മാരുടെ ആരുടെയും പിന്തുണയില്ലാത്ത കൊല്ലം ജില്ലയിലെ പാർട്ടിയുടെ പ്രസിഡന്റ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇനി കാര്യമില്ലെന്നും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകണമെന്നുമാണ് ഇദ്ദേഹം പാർട്ടിയുടെ പരമോന്നത കമ്മിറ്റിയിൽ പറഞ്ഞതെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കമ്മിറ്റിയിൽ പങ്കെടുത്ത ചിലരുമായി സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊരു അഭിപ്രായം അവിടെ ഉയർന്നു വന്നില്ലെന്നും ഇങ്ങനെ ആരും ഒന്നും പറഞ്ഞില്ലെന്നുമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ പിന്നെ എങ്ങനെ ഈ വാർത്ത മാധ്യമങ്ങളിൽ വന്നു? അത് തിരക്കി പാഴൂർ പഠിക്കലൊന്നും പോകണ്ട. സ്വയം ആള് കളിക്കാൻ വേണ്ടി കൊല്ലം ജില്ലാ പ്രസിഡന്റ് വഴുതാനത്ത് ബാലചന്ദ്രൻ തന്നെ ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാണെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. വഴുതാനത്ത് ബാലചന്ദ്രനോട് ഒരു കാര്യം ചോദിക്കട്ടെ. മാണി ഗ്രൂപ്പിന്റെ ഇന്നത്തെ വില നിലവാരം എന്താണ്? നിങ്ങളെല്ലാവരും കൂടി കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കി എന്ന് പറയുന്നതല്ലേ എന്റെ ശരി? കഴിഞ്ഞ 5 വർഷം നിങ്ങൾ ഉൾപ്പെടെയുള്ള ചില നേതാക്കന്മാരിൽ ചിലരുണ്ടാക്കിയ പണം ഈ പാർട്ടിയെ കൊണ്ട് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മന്ത്രിയുടെ ഓഫീസിലെ ഒരു പൊങ്കുവൻ, ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അയാളുമായി ചേർന്ന് കൊല്ലം ജില്ല മൊത്തം വിറ്റ് കാശാക്കിയ ചരിത്രം മറ്റാർക്കും അറിയില്ലെന്നാണോ അങ്ങയുടെ വിചാരം? കൊല്ലം ജില്ലയിലെ മറ്റൊരു പാർട്ടി നേതാവിനും ജലസേചന വകുപ്പിലെ ഒരു പിയൂണിന്റെ ട്രാൻസ്ഫറിന് പോലും അവസരം കൊടുക്കാതെ തോർത്ത് കൂട്ടിപ്പിഴിഞ്ഞെടുത്തുവെന്നാണ് ജനസംസാരം. എന്റെ സംസാരമല്ല, ഞാൻ പറഞ്ഞതല്ല, ജനങ്ങളും പാർട്ടി പ്രവർത്തകരും പറയുന്നതാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളായ അലക്സ് കോഴിമലയും KJ ദേവസ്യയും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കോർപ്പറേഷനുകൾ ഉണ്ടായിരുന്നല്ലോ, അത് അവരെ മാറ്റി നിർത്തി ആ ചെയർമാൻ സ്ഥാനം നിങ്ങൾക്കൊക്കെ തന്നത് ഈ പാർട്ടിയാണ്. അവിടെയും ഇരുന്ന് തോർത്ത് കൂട്ടി പിഴിഞ്ഞുവെന്നാണ് പാർട്ടിക്കാർ അടക്കം പറയുന്നത്. നമ്മുടെ നാട്ടിലെ കമ്പോളത്തിൽ ഏതൊരു ചരക്കിനും അതിൻ്റെതായ ഒരു വിലയുണ്ട്, ഇല്ലേ? പഴക്കടയിലെ പഴുപ്പ് കയറി വരുന്ന പഴത്തിന് കിട്ടുന്ന വിലയുണ്ടല്ലോ, അത് പഴുത്തളിഞ്ഞു പോയ പഴത്തിന് കിട്ടുമോ? അതുപോലെയാ ഈ രാഷ്ട്രീയ പാർട്ടികളും. എന്ത് വിലയാണ് നിങ്ങളുടെ പാർട്ടിക്ക് എന്നുള്ളത്? വെട്ടിയരിഞ്ഞ് റോഡിലിട്ടാൽ പോലും കാക്ക കൊത്തില്ല. അങ്ങനത്തെ അവസ്ഥയിലുള്ള ഈ സാധനത്തിനെ ആരെടുക്കുമെന്നായി നിങ്ങൾ ഈ പറയുന്നത്? സ്വയം അപഹാസ്യരാകുന്നതിനും ഒരു കണക്കില്ലേ മാഷേ? അതോ സ്വയം അവകാശരാകുന്നത് ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുകയാണോ? ഒരു സംശയം. പാർട്ടി വേദികളിൽ പറയാത്ത ഒരു വിഷയം ഒരാളുടെ പേര് വെച്ച് മുഖ്യധാര മാധ്യമങ്ങളിൽ വരുമ്പോൾ അതിന്റെ പിന്നാമ്പുറ ചാലക ശക്തികൾ ആരാണെന്ന് മനസ്സിലാക്കാനൊക്കെയുള്ള ബോധമൊക്കെ ഈ ഇവിടുത്തെ ശരാശരി മലയാളികൾക്കുണ്ട്. അവരും അരിയാഹാരമാണ് കഴിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയ നേതാവിനെയും വില നിശ്ചയിക്കപ്പെടുന്നത് അവന്റെ വിശ്വാസ്യത കൊണ്ടാണ്. അത് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നിങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവരെ പറ്റിച്ച് അവിടെ നിന്നാൽ ജയിക്കില്ലെന്ന ഒരൊറ്റ കാരണം പറഞ്ഞ് UDFിലേക്ക് ചേക്കേറാൻ ശ്രമിച്ചു എന്നാണ് ഇടതുമുന്നണിയിൽ നിങ്ങളുടെ പേരിലുള്ള ഒരു ആരോപണം. അതിലും ആക്ഷേപകരം, കേരള കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ലാത്ത ഒരുത്തനെ ഓട് പൊളിച്ച് നൂലിൽ കെട്ടിയിറക്കി അവനെ നേതാവാക്കി MLAയുമാക്കി. അവൻ പാർട്ടി വേദികളിൽ മാത്രം ആലോചിച്ചിട്ടുള്ള സംഗതി മറ്റൊരു പാർട്ടി നേതാവിന്, അതായത് CPM നേതാവിന് ചോർത്തിക്കൊടുത്ത് അതൊരു വലിയ വിഷയമാക്കി, അത് വലിയൊരു വാർത്തയാക്കി ഈ പാർട്ടിയുടെ വിശ്വാസ്യത കളഞ്ഞു പിടിച്ചു. എന്നിട്ടും നിങ്ങൾക്കാർക്കും അതിലൊരു മനപ്രന്യാസവുമില്ല. അവന് പിന്നെയും സീറ്റ് കൊടുത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ.
അവനെ താലപ്പൊലിയുടെയും പാണ്ഡ്യൻ മേളത്തിന്റെയും അകമ്പടിയോടുകൂടി ചുമന്നുകൊണ്ട് നടക്കുന്നു. ആലോചിച്ച് നോക്ക്, ഈ പാർട്ടിയിൽ നട്ടവനും നനച്ചവനും എവിടെ കിടക്കുന്നവെന്ന്. നിങ്ങളെ അങ്ങോട്ട് ചെന്നാൽ BJP ചുവന്ന പരവതാനി വരിച്ച് സ്വീകരിക്കുമെന്നാണോ വഴിതാനത്തിന്റെ ധാരണ? ഈഴവ സമൂഹം ഒന്നാകെ ചെന്നിട്ട് അവർ കാണിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടു. പിന്നെയാണ് ക്രിസ്ത്യാനികൾ നേതൃത്വം കൊടുക്കുന്ന ഈ പാർട്ടി അങ്ങോട്ട് ചെന്നാൽ. സാബു ജേക്കബ് പോയിട്ട് എന്തായി? വലിയ രണ്ട് വേതാളങ്ങൾ BJPയെ ഗ്രസിച്ച് നിൽക്കുന്ന ഈ സമയത്ത് തന്നെ വേണം ഇവരെയും ചുമന്നുകൊണ്ട് അവിടെ കൂട്ടിക്കെട്ടാൻ. വായ് തുറന്നാൽ തെറി പറയുന്നത് ഭൂഷണമാക്കിക്കൊണ്ട് നടക്കുന്നവനും മകനും കൂടി നാട്ടിലുള്ള മുഴുവൻ ക്രിസ്ത്യാനികളെയും പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തെയും വെറുപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെ വേണം ഇവരെ NDAയിൽ കൊണ്ടുചെന്നാക്കാൻ. എനിക്ക് തോന്നുന്നു വഴുതാനത്ത് ബാലചന്ദ്രന് കേരള കോൺഗ്രസിനോട് എന്തോ ഒരു വിരോധമുണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇവരെ അവിടെ കൊണ്ടുപോയി കുരുതി കൊടുക്കാമെന്ന് തലയ്ക്ക് സ്ഥിരതയുള്ളവർ ആരെങ്കിലും പറയും? കേരളത്തിൽ കിട്ടാത്ത എന്ത് നേട്ടമാണ് അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ അവിടെ പറന്നിറങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? MT രമേശ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് കേട്ട് പുളകിത ഗാത്രനാവേണ്ട കാര്യമൊന്നുമില്ല വഴുതാനമേ. MT രമേശിന് തന്നെ അവിടെ ഒന്ന് ചൂടുറപ്പിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല, പിന്നെ അല്ലേ നിങ്ങളെ ചുമന്നുകൊണ്ട് നിൽക്കാൻ? കുടിയേറ്റക്കാരായ അപ്പനും മകനും കൂടിയാണ് BJP ഇപ്പോൾ ഭരിക്കുന്നത്. അവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴേ തെറിവിളി തുടങ്ങും. വഴുതാനത്ത് ബാലേന്ദ്രന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇത് ആ അപ്പന്റെയോ മകന്റെയോ പ്രേരണയാൽ നടത്തിയ ഒരു ചെറിയ കരുനീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വഴുതാനമായതുകൊണ്ട് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തോർത്തു പൊത്തി എന്തെങ്കിലും വാങ്ങി പറഞ്ഞതാണോ എന്നും പറയാൻ പറ്റില്ലെന്നാണ് ഒരു പാർട്ടി പ്രവർത്തകൻ പങ്കുവച്ചത്. ഏതായാലും അതിന് വെച്ചിരിക്കുന്ന വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതിയെന്നാണ് ഭൂരിപക്ഷം പാർട്ടി പ്രവർത്തകരും പറയുന്നത്. ഒരു മരണ വീട്ടിൽ വന്ന് ശവദാഹ സമയത്ത് വിധവയ്ക്ക് കല്യാണം ആലോചിക്കുന്നത് ഭൂഷണമാണോ? എങ്ങനെയിരിക്കും? അതുപോലെ ആയിപ്പോയി വഴുതാനത്ത് ബാലേന്ദ്രന്റെ ആസ്ഥാനത്തുള്ള പ്രയോഗങ്ങൾ. പിന്നെ കൊല്ലത്ത് നിന്നുള്ള ഒരു നേതാവ് പറയാൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കാലത്ത് തുടർഭരണം വരുമെന്ന് പറഞ്ഞ് ജലസേചന വകുപ്പിലെ ഒട്ടുമുക്കാൽ ജീവനക്കാരിൽ നിന്നും അഡ്വാൻസായി ആരോ പണം പറ്റിയത്, ഇനിയെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കണം. പാർട്ടി ഭാരവാഹിത്വത്തിന് അടിസ്ഥാന വില നിശ്ചയിച്ചിരുന്നത് 15,000 രൂപയായിരുന്നുവെന്നും ജില്ലാ പ്രസിഡന്റ് ഒഴിച്ച് ജില്ലയിലെ ഏത് സ്ഥാനവും ആർക്കും നൽകുമെന്നും പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, പറയാൻ പറഞ്ഞതാണ്.